നിയമസഭയുടെ ആദ്യ ദിനത്തിൽ തന്നെ ആളാകാൻ നോക്കിയിരിക്കുകയാണ് ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവ് ബി ഗോപകുമാർ. ചരിത്രത്തിലാദ്യമായി ബി.ജെ.പി 3 എം.എൽ.എമാരുമായിട്ടാണ് സഭയിൽ സമ്മേളനം തുടങ്ങിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ എന്നിവരാണ് മറ്റു രണ്ടുപേർ. സഭയിൽ സംസാരിക്കാൻ എണീറ്റ ബി ഗോപകുമാർ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയും UDF, LDF സർക്കാരുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുമാണ് സംസാരിച്ചത്. വാക്കൌട്ട് പ്രസംഗം നടത്താൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഗോപകുമാറിനെ ക്ഷണിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം മാറി മാറി ഭരിച്ച ഇടതു വലതു മുന്നണികളാണെന്നാണ് ഗോപകുമാർ പറഞ്ഞത്. ഇതോടെ മറ്റ് MLA-മാരുടെ മട്ടും ഭാവവും മാറി. LDF MLA-മാർ ഗോപകുമാറിന് നേരെ പാഞ്ഞെടുത്തു. സഭയുടെ ശാന്തമായ തളം രൗദ്രഭാവത്തിന് വഴിമാറുന്ന നിമിഷങ്ങളായിരുന്നു അത്. ആദ്യമായി സഭയിലെ ഈ കാഴ്ച കണ്ട് ഗോപകുമാർ അമ്പരന്ന് നിൽക്കുന്നത് കാണാമായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി പറയാനുള്ള അവസരം വരുമ്പോൾ BJP MLA-മാർക്ക് അവരുടെ നിലപാട് പറയാനുള്ള അവസരം തരാമെന്ന് തിരുവഞ്ചൂർ പറയുകയും ചെയ്തു. അപ്പോഴും UDF, LDF MLA-മാർ അടങ്ങിയില്ല. എന്നാൽ ഈ സമയം പതിവ് കലിപ്പ് മൂടിന് വിട നൽകി സംസാരിച്ചത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. സഭയ്ക്ക് ചില ചട്ടങ്ങളുണ്ടെന്നും ഏറെ പരിചിതനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അത് ബോധ്യമുള്ളതാണെന്നും പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. പുതിയ അംഗങ്ങളോട് ഉദാരമനസ്കത സ്വീകരിച്ച തിരുവഞ്ചൂരിന് നന്ദി എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടാണ് LDF MLA-മാർ പ്രതികരിച്ചത്. BJP MLA-ക്ക് ചട്ടം മറന്ന് സംസാരിക്കാൻ അവസരം നൽകിയതിനെയാണ് പിണറായി വിജയൻ പരിഹസിച്ചത്. പിണറായി വിജയൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞപ്പോൾ അതേ നാണയത്തിൽ തിരുവഞ്ചൂരും തിരിച്ചടിച്ചു. ഉദാരമനസ്കത നല്ല കാര്യമല്ലേ പ്രതിപക്ഷ നേതാവേ എന്നായിരുന്നു സ്പീക്കറുടെ മറുപടി. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആ തമാശ ആസ്വദിച്ചത്. കൊണ്ടും കൊടുത്തുമുള്ള സഭാ നടപടികൾ ആദ്യ ദിനത്തെ മനോഹരമാക്കി എന്നും പറയാം. അതിന് ചില ദൃശ്യങ്ങൾ ചേർക്കുന്നുണ്ട്. കേരളത്തെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ ഈ കേരളം ആകെ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ എക്സൈസ് ഡ്യൂട്ടിയും അധിക നികുതിയും ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയും കേരളത്തിന് എന്ത് ചെയ്യാമോ അത് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുകയും സബ്സിഡികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ വല്ലാതെ ബാധിക്കാൻ പോകുന്ന ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണം എന്ന ആവശ്യം ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത ഗവൺമെന്റിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യാണ് സർ. ഓക്കെ സർ, കേന്ദ്ര ഗവൺമെന്റ് ഗോപൻ ഒറ്റ ഒരു പോയിന്റ്, ഈ അടിയന്തര പ്രമേയത്തിനകത്ത് BJP ഒപ്പിട്ടിട്ടില്ല. പക്ഷെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് പറഞ്ഞ് പോവുകയും ചെയ്യാം. അല്ല, അദ്ദേഹം ഇതിനകത്തെ കക്ഷിയല്ല, അദ്ദേഹം അതിനകത്ത് ഒപ്പിട്ടിട്ടില്ല. സർ, അതല്ല, വളരെ സ്പീക്കർ അനുവദിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ചില നിലപാടുകൾ പറയാൻ അവസരം സ്പീക്കർ തന്നിട്ടുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ കൊടുത്തിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് 2 ഗവൺമെന്റിനെയും കാലഘട്ടത്തിൽ കൊടുത്ത കണക്കനുസരിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഒരു വിവേചനവും കാണിക്കുന്നില്ല എന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊന്ന്, ചെറുതായിട്ട് ഇന്റർഫിയർ ചെയ്യട്ടെ, ഒരു മിനിറ്റ് ഞാൻ ഇന്റർഫിയർ ചെയ്യട്ടെ, ഒറ്റ സെക്കൻഡ്. ഇവിടെ ഈ വോക്കൗട്ടിനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നത് ഈ പ്രമേയത്തിൽ ഒപ്പിട്ട ആളുകൾക്കാണ്. പ്രമേയത്തിൽ ഒപ്പിട്ടിട്ടുള്ള ശ്രീ പ്രവീൺ തൊട്ടപ്പുറത്ത് പുറകിലുണ്ട്. അങ്ങയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങയ്ക്ക് വളരെ ചുരുക്കി പറയുന്നതിന് ഞാനൊരു സാവകാശം തരികയും ചെയ്യാം. അങ്ങ് പ്രസംഗം തുടങ്ങിയത് കൊണ്ട് വേഗം ലിമിറ്റ് ചെയ്താൽ വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് അവർക്ക് ശ്രീ പ്രവീണിനെ വിളിക്കാൻ പറ്റും. അല്ല, തുടങ്ങിയത് കൊണ്ട്, തുടങ്ങിപ്പോയത് പുതിയ മെമ്പറാണ്, അദ്ദേഹം ഇതൊക്കെ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല. മൈക്ക് പ്രസിഡന്റായി മാറരുത്. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്, അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വോക്കൗട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. സർ, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത് വരുന്ന നികുതിയെ സംബന്ധിച്ച്, അതിൻ്റെ വർധനവിനെ സംബന്ധിച്ചും ബഹുമാനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായും കൊടുക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ടാറിന്റെ വില വർധനവ് സംബന്ധിച്ച് അങ്ങയുടെ മണ്ഡലത്തിലടക്കം പൊതുമരാമത്തിന്റെ പ്രവൃത്തി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. സർ, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിലും ടാറിന്റെ വില വർധനവ് മുമ്പിൽ ഞാൻ എൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അവർ പറഞ്ഞത്
ടാറിൻ്റെ വില അന്യായമായി വർദ്ധിച്ചിട്ടുണ്ട്. അത് മാറ്റം വരുത്താതെ ടാറിംഗ് പണി നടക്കില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞു. അമേരിക്കൻ ബസ്സിനെ കണ്ടാൽ പേടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ന്. നമുക്ക് വേറെ വിഷയങ്ങൾ വരും. വാക്ക് ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്ര തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. രണ്ട് ഗവൺമെന്റും തുടർച്ചയായി ഈ സംസ്ഥാനം ഭരിച്ച ഒരു സെക്കൻഡ് സ്പീച്ചല്ലേ, നമ്മളൊരു സാവകാശം കാണിക്കൂ, ഒരു സാവകാശം കാണിക്കൂ. മെയ്ഡൻ സ്പീച്ചല്ലേ, അത് ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, തീർന്നുകൊണ്ടിരിക്കുക. നമുക്കത് വേഗം തീർക്കാം. ഈ സംസ്ഥാനം രൂപീകൃതമായ കാലഘട്ടം മുതൽ ഈ രണ്ട് മുന്നണിയുമാണ് ഇവിടെ ഭരിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയുടെയും ഉത്തരവാദിത്തം ഈ രണ്ട് മുന്നണികൾക്കുമാണ്.